ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നിൽക്കുന്ന ഇവളുടെ മുഖത്ത് നോക്കി ഒരമ്മയുടെ കർത്തവ്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നേ നിനക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ യശോദേ? ഇവളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇവള് പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾ പോയി അവളെ തീറ്റിപ്പോറ്റ് അവളുടെ കാര്യം മാത്രം നോക്കിയാ മതി. നിങ്ങള് പേടിച്ചു. ഞാനും പെട്ടുപോയിന്നാ കരുതിയേ. വേഗം വാ. തൽക്കാലം ഇത്രയും മതി. അമ്മേ, ഇത് അവർക്ക് കൊടുക്കാനേ തികയുള്ളൂ. എന്റെ ഒരു 5 പൈസ ഇല്ല അമ്മേ. കുറച്ചുകൂടെ താമേ. ഇനിയൊരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. രക്ഷപ്പെട്ട് പൊക്കോ. ഓ ശരി. അമ്മേ പതുക്കെ. വാ വാ പൊക്കോ. പൂട്ടിയിരിക്കുകയാണല്ലോ. മോളെ എപ്പോഴാ എഴുന്നേറ്റ്? കുറച്ചു നേരത്തെ അമ്മ വന്ന് നോക്കുമ്പോ നല്ല ഉറക്കായിരുന്നു. പല്ല് തേക്കണ്ടേ? എന്തേലും കഴിക്കണ്ടേ? ഇന്നലെ രാത്രിയും ഭക്ഷണം കഴിക്കാത്തല്ലേ മോള്? ദേ, അമ്മ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ അമ്മേ. അവക്ക് ഇഷ്ടമല്ലെങ്കിൽ വെറുതെ നിർബന്ധിക്കണ്ട. ആരെ കണ്ടാലും കൊല്ലാൻ വരുന്നു എന്നുള്ള പേടിയാ. അത്രയ്ക്ക് അവൾ അനുഭവിച്ചതല്ലേ. ഞാൻ അവളുടെ അമ്മയല്ലേ. എടി, പറഞ്ഞ് മനസ്സിലാവുന്ന ഒരു അവസ്ഥ അവക്ക് ഉണ്ടാവണ്ടേ? ശരി, അമ്മ അവൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്ക്. പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. കുറച്ചൊക്കെ നിങ്ങൾ കാണണേ യശോദേ. അതെ, ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാ. ഈ നിൽക്കുന്ന ഇവളുടെ മുഖത്ത് നോക്കി ഒരമ്മയുടെ കർത്തവ്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നേ നിനക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ യശോദേ? ഇവളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഇവള് പട്ടിണി കിടന്ന് മരിച്ചാലും നിങ്ങൾ പോയി അവളെ തീറ്റിപ്പോറ്റ്
അവളുടെ കാര്യം മാത്രം നോക്കിയാ മതി നിങ്ങള്. ചെല്ല്. എടി പോയി. എന്താ ശോദേ, എന്തിനാ കരയുന്നേ? ദേവേട്ട, പ്രിയങ്ക മോളെ ഇപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവള് വരുന്നില്ല. അവളിങ്ങനെ പട്ടിണി കിടന്ന നമ്മൾ എന്ത് ചെയ്യും? മരുന്നുകളൊക്കെ കഴിക്കല്ലേ, ചിലപ്പോ അതിന്റെ ആവും. ഏത് ഡോക്ടറെ കാണിച്ചിരുന്നെന്ന് അമ്മയോട് ചോദിച്ചിട്ട് നമുക്ക് പോയി കാണാം. കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. അവക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന് അമ്മ ചോദിക്കുക. അങ്ങനെയാണോ ദേവേട്ട നമ്മള്? അവളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലേ? അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ലേ? എന്ത് കുറവാ നമ്മൾ അവൾക്ക് വരുത്തിയിട്ടുള്ളത്? കുറ്റപ്പെടുത്തുന്നവരുടെ കണ്ണില് നമ്മുടെ സ്നേഹവും കുറ്റം തന്നെയാ. ഇപ്പൊ പ്രിയങ്കയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ അമ്മ നോക്കട്ടെ. അവളിനി നമ്മളെ തിരിച്ചറിയില്ലേ? അമ്മയെന്ന് ഇനി വിളിക്കില്ലേ? കാലം കാത്തു വെച്ച കണക്കുകൾക്ക് മുന്നിലാ നമ്മൾ പകച്ചു നിൽക്കുന്നത്. നമ്മൾ നിസ്സഹായരാ. ഇങ്ങോട്ട് വരാൻ ഞാൻ വരില്ല. മര്യാദക്ക് വന്നിട്ടുണ്ടോ? എഴുന്നേറ്റ് വരാൻ. ഞാൻ വരില്ല. മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ടുപോയി എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടില്ലേ? എന്ത് നാണം കെടുത്താൻ? വേണ്ട, അവിടെ കൊണ്ടുപോയിട്ടേ രണ്ടു കാര്യം കൂടി കുഞ്ഞുങ്ങളുടെ കാര്യം പറയും. അർത്ഥം വെച്ച് ചിരിക്കും. എനിക്കറിയാം നാണം കെടാൻ വേണ്ടിട്ട്. അതെ, നോക്ക്, മുത്തശ്ശി നമ്മളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ സ്വപ്നം കാണുന്നേ? എടോ, എപ്പോഴും മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടില്ലേ? എടവും വലവും നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നുകൊണ്ടാ ഞാൻ ഇത്രയും എനർജറ്റിക് ആയിട്ട് നടക്കുന്നതെന്ന്. മുത്തശ്ശി നമ്മുടെ കമ്പനിയല്ലേ, ചങ്ക് ഫ്രണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. മുത്തശ്ശിയും കൊച്ചുമോനും അങ്ങനെയാണ്. പക്ഷേ ഞാൻ മുത്തശ്ശിയോട് നല്ല ബഹുമാനത്തിലാ പെരുമാറുന്നത്. അല്ല, ബഹുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. തനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ എത്രയും ബഹുമാനമുണ്ടോ അത്രയും ബഹുമാനം എനിക്ക് മുത്തശ്ശിയോടും ഉണ്ട്. പിന്നെ കൂട്ടുകാരെ പോലെ പെരുമാറുന്നത്, അതേ മുത്തശ്ശി എനിക്ക് തരുന്ന ഫ്രീഡമാ. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ അതൊക്കെ അങ്ങോട്ട് ശീലമായി.